ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ് കേട്ടോ. നമ്മളൊക്കെ പാൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് നമ്മളുടെ ഈ പാല്. അപ്പോൾ അത് വളരെയധികം പോഷക ഗുണങ്ങൾ ഒരുപാടുണ്ടല്ലേ, കുഞ്ഞുമക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമ്മളുടെ ഹെൽത്തിന് കുറച്ചും കൂടി നല്ല രീതിയിൽ ബെനിഫിറ്റ് ആകുന്ന രീതിയിലുള്ള ഒരു നല്ല ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ പാല് തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ സോസ് പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളുടെ പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ സോസ് പാനിൻ്റെ അടിയിൽ ഒട്ടും പിടിക്കാതെ നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ടിപ്പാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് സോസ് പാൻ കഴുകി വൃത്തിയാക്കാനും സാധിക്കും. അപ്പോൾ ആദ്യത്തെ ടിപ്പ് അതാണ്. ഇനി നമുക്ക് നമ്മളുടെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. നല്ലൊരു കപ്പ് ചായ അത് കുടിക്കുവാണെങ്കിൽ തന്നെ അന്നത്തെ ദിവസം മുഴുവൻ നല്ല റിഫ്രഷ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തിന് വളരെയധികം നല്ലതായിട്ടുള്ള ഒരു ചായയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ചായ എന്ന് പറഞ്ഞാൽ പോരാ, നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ചായയാണ്. ചായ ഉണ്ടാക്കാൻ അറിഞ്ഞുകൊണ്ടാത്ത ആരും കാണില്ല. പക്ഷേ ഈ ഒരു ചായ നിങ്ങൾ റെഡിയാക്കി നോക്കുവാണെങ്കിൽ ഒരുപാട് നമുക്ക് നമ്മളുടെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. അയൺ കണ്ടൻറ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചായ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ ടീ ആണ് കേട്ടോ. ആദ്യം നമ്മൾ എടുക്കുന്നത്, അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് റിപ്പിളിൻ്റെ ഗ്രീൻ ടീ ആണ്. നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. എനിക്ക് റിപ്പിൾ ഉപയോഗിച്ചപ്പം കുറച്ച് കമർപ്പൊക്കെ കുറവായിട്ട് തോന്നി കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ടീ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പാലില്ലാതെയും ഉണ്ടാക്കാം, പാല് ചേർത്തും ഉണ്ടാക്കാം. ഞാനിവിടെ കാണിക്കുന്നത് പാല് ചേർത്തിട്ടുള്ള ടീ ആണേ. വളരെ നല്ലതാണ്, ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റെഡിയാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമുക്കൊരു സോസ് പാൻ എടുത്ത് വയ്ക്കാം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ നമ്മളുടെ ഗ്രീൻ ടീയുടെ ആ ഒരു ലീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ നല്ലതാണ് ഗ്രീൻ ടീ കുടിക്കുന്നത്. നമ്മളുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം കൂട്ടാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പം സാധാരണ ടീ കുടിക്കുന്നവരെ ഗ്രീൻ ടീയിലേക്ക് മാറുമ്പോൾ അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 2 ഗ്ലാസ് ചായക്കുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ ചായയിലേക്ക് ആ ഒരു ഇലയിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് 3 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വേണം കേട്ടോ നമ്മൾ തിളപ്പിക്കാനായിട്ട്. ഏലക്കയും നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ഒരുപാടാകുന്നത് കൊള്ളത്തില്ല. പിന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുമായിരിക്കും കേട്ടോ ഏലക്ക ഇപ്പം നല്ലത്. ഒരുപാട് മായങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ഞാനിവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായതുകൊണ്ട് ഞാനിത് 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദാ നമ്മളുടെ ഗ്രീൻ ടീ ഇവിടെ തിളച്ച് കളറൊക്കെ മാറി കണ്ടോ, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കരിപ്പെട്ടി ശർക്കരയാണ്. കരിപ്പെട്ടി നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മളുടെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ കരിപ്പെട്ടിയാണ്. എക്സലൻ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. നല്ലതാണ്, കല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്ത പ്യുവറായിട്ടുള്ള കരിപ്പെട്ടിയാണ് കേട്ടോ. പണ്ട് കിട്ടുന്ന അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇപ്പോൾ കിട്ടുന്നതനുസരിച്ച് ഇത് ബെറ്ററാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാ നമ്മളുടെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പം ബാക്കി നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് ചീവിയിടാം. അതായത് നമ്മളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 2 ഗ്ലാസ്സേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ളത് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ഇടുമ്പം കുറച്ച് കൂടുതൽ മധുരമായിരിക്കും. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. മധുരം നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കുക. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മധുരം ഇടാതെയും കുടിക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു കരിപ്പെട്ടി ചേർത്ത് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കരിപ്പെട്ടി നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അയണിൻ്റെയൊക്കെ കണ്ടൻറ്റുകൾ നമുക്ക് കിട്ടാനായിട്ട് സഹായകമാകും. അപ്പോൾ ഇനി ഞാനിവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രീൻ ടീ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഗ്രീൻ ടീ ഉപയോഗിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് കൊടുക്കാനും വളരെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ എടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മളുടെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന, നമ്മൾ ചീവി റെഡിയാക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി അങ്ങ് ഇട്ട് കൊടുക്കുക. കരിപ്പെട്ടിയുടെ അളവ് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു 3 ടീസ്പൂണൊക്കെ ഇടുമ്പോൾ തന്നെ നല്ല മധുരം കിട്ടും. പിന്നെ കുറച്ചും കൂടി മധുരം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ
ആദ്യം തന്നെ നമ്മളുടെ ഗ്രീൻ ടീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. അപ്പം വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ പാല് നേരത്തെ തിളപ്പിച്ച് വയ്ക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളത്തിലൊഴിച്ച് തിളപ്പിച്ചാലും മതിയാകും. അപ്പോൾ നേരത്തെ തിളപ്പിച്ച് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും പിന്നീട് റെഡിയാക്കുമ്പോഴത്തേനും. അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ച പാലാണ് എടുക്കുന്നത്. പിന്നെ ഞാനിതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുമ്പം എല്ലാം നല്ല ചൂടോടുകൂടി തന്നെ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം കുറച്ച് നേരം ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു പോകുമല്ലോ. അങ്ങനെയുള്ളപ്പോൾ മാത്രം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയാൽ മതിയാകും കേട്ടോ. അപ്പം ഞാനിവിടെ മധുരം കുറച്ച് കുറവായിരുന്നുകൊണ്ട് കുറച്ച് നമ്മളുടെ കരിപ്പെട്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദിവസം മുഴുവൻ നമുക്ക് എനർജി നൽകാൻ തക്കതായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. പാലിൻ്റെ ഗുണങ്ങൾ, കരിപ്പെട്ടിയുടെ ഗുണങ്ങൾ ഒക്കെ നമുക്കിത് വഴി കിട്ടുന്നതായിരിക്കും. ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നന്നായിട്ട് ഒന്നൊരു കപ്പിൽ ഒഴിച്ചൊന്ന് അടിച്ച് എടുക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.